ഇപ്പോൾ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടോ? ഒരുപാട് സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? ഒരു 14ഓളം സംസ്ഥാനങ്ങളിൽ ഡീപ്പായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ IT റിട്ടേൺ ആയാലും ഈ പറയുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ പല ആനുകൂല്യങ്ങളും ഇവിടെ ബാങ്ക് വഴി വരുന്നുണ്ട്. ഈ പല പൊളിറ്റിക്കൽ ചിന്താഗതി ആളുകളുടെ ഈ പറഞ്ഞ പോലെ ഒരു രാജ്യമോ അല്ലെങ്കിൽ ഒരു വികസനമോ മാറ്റി നിർത്തി പൊളിറ്റിക്സ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് പലതിനും എതിര് നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്. BJPയുടെ പല ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ BJP ഗവൺമെൻറ്റിൻ്റെ പല കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെ പറയാം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല ഈ പറയണ അവരുടെ പല കാര്യങ്ങൾ വേറെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മുടക്കുന്ന പോലെയോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മറ്റു പാർട്ടികൾ മുടക്കുന്നത്, ഇത് കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാ സംസ്ഥാനങ്ങളിലും പൊതുവേ ഉണ്ടോ? ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഒരുവിധം സഞ്ചരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ പൊളിറ്റിക്സിനെ മനസ്സിന്ന് മാറ്റി നിർത്തി വികസനത്തിനെ മുന്നിൽ നിർത്തി ഇന്ത്യൻ പൗരന്മാരായാലും അധികൃതരായാലും ഏത് ബാങ്കുകാരായിക്കോട്ടെ അതിലോട്ട് വരേണ്ടതല്ലേ? ഞാൻ പറഞ്ഞ ഒരു പൗരെന്ന രീതിയിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യവും താങ്കൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളതാണ്. അതെ, അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇത് നല്ലൊരു ചോദ്യം തന്നെയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പൊല്യൂഷൻ ശരിക്കും പൊളിറ്റിക്കൽ പൊല്യൂഷനാണ്. ശബ്ദ മലിനീകരണം, വായു മലിനീകരണം കേട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പരിഹരിക്കാം. പക്ഷേ പൊളിറ്റിക്കൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള മൈൻഡ്, അതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ MSME തന്നെ ഇത് കൊണ്ടുവന്ന ഗവൺമെൻറ് 2006 മൻമോഹൻ സിംഗ് ആണ്. ആ കൊണ്ടുവന്ന ഗവൺമെൻറ് പോലും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തില്ല. അപ്പോൾ പിന്നെ ആരാണെന്ന് ഉത്തരവാദി? മറ്റു പാർട്ടിക്കാരല്ലല്ലോ. ഇപ്പം ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് ഏത് പാർട്ടിയിലുണ്ടെങ്കിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന അതേ സാധനം അങ്ങനത്തെ യൂണിവേഴ്സൽ ലെവലിൽ ഇപ്പോൾ ജൂൺ മാസം 27 വേൾഡ് MSME ഡേ. മറ്റുള്ള എല്ലാ രാജ്യത്തും ആഘോഷിക്കപ്പെടുന്നുണ്ട്. അറിയുപോലുമില്ല. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് അറിയുന്ന ഒരു ഡേറ്റ് കേൾക്കുന്നത് ജൂൺ 27 വേൾഡ് MSME ഡേ. ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനൊക്കെ അവധിയും സർവത്ര ആഘോഷം നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡേ ആഘോഷിക്കുമ്പോൾ ഈ പറഞ്ഞ സാധാരണക്കാരനിലേക്ക് എത്താൻ ഈ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്കൽ മൈലേജ് ആയിട്ട് പോകും. പിന്നീട് പല ഒരു ഇതിനിടയ്ക്ക് ചോദിക്കാനുള്ള ഈ ഗവൺമെന്റിന്റെ പല ഈ മുദ്ര ലോൺ പോലെ പല കാര്യങ്ങളുണ്ടല്ലോ. എൻ്റെ അടുത്ത് തന്നെ ബാങ്കിൽ, ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഈ മോദി ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ, പക്ഷെ അത് പ്രൊമോട്ട് ചെയ്യാത്തത് പൊളിറ്റിക്സ് ബേസ് ചെയ്തിട്ടാണ്. ഞാൻ പറഞ്ഞ ഈ മോദി എന്ന് പറഞ്ഞാൽ BJP കാരനെ മാറ്റി അദ്ദേഹത്തിന് ഒരു പ്രൈം മിനിസ്റ്റർ കൊണ്ടുവരുന്നോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു ഇടതുപക്ഷക്കാരനെ മാറ്റി ഒരു ചീഫ് മിനിസ്റ്റർ ആയിട്ടോ, അതായത് പ്രൈം മിനിസ്റ്ററോ ചീഫ് മിനിസ്റ്ററോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനോ സെൻട്രൽ ഗവൺമെന്റോ ആയിട്ടല്ല കാണുന്നത്. ഇവിടെ എല്ലാം പൊളിറ്റിക്സോ ആയിട്ടാണ് കാണുന്നത്. അത് ഞാൻ ചോദിച്ചാൽ അത് കേരളത്തിൽ മാത്രമാണോ എല്ലായിടത്തും അങ്ങനെയാണോ? അതാ ചോദിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ തന്നെയാണ്. പണ്ട് EK നായനാർ പറഞ്ഞ പോലെ പട്ടിണിയും വിവരക്കേടുമാണ് പാർട്ടിയുടെ നിലനിൽപ്പെന്ന് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ മതജാതി സംഘടനകളുടെയും അടിസ്ഥാനം അതാണ്. അവരവരെ അണികളെ പട്ടിണിയും വിവരക്കേടും മാറാതെ കൊണ്ടു നടക്കണം, എങ്കിലാണ് കൊടി പിടിക്കാനും ജയ് വിളിക്കാനും ആളെ കൂടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കളം എല്ലാവരും ക്രിയേറ്റ് ചെയ്യും, സ്വാഭാവികം. പക്ഷേ എനിക്ക് കാണാൻ സാധിച്ചത് ഇവിടെ കേരളത്തിലാണ് K-SWIFT എന്നൊരു സംവിധാനം കൊണ്ടുവന്നു. അതിൻ്റെ പിന്നിൽ എന്ത് ചേതോവികാരമാണെങ്കിലും ആ സ്വിഫ്റ്റ് അത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് തന്നെ ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ എല്ലാവിധ തടസ്സം മാറിയിട്ട് ഡയറക്റ്റ് ഒരാളും പിന്നെ നമ്മളെ ചോദ്യം ചെയ്യില്ല. പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് എവിടെ, FSSI എവിടെ, ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാതെ തന്നെ ബാങ്ക് ലോണും കിട്ടും K-SWIFTൻ്റെ ഇതുണ്ടെങ്കിൽ. ബാക്കി എല്ലാ മാനദണ്ഡങ്ങളും മാറ്റിവെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമുണ്ട്. ഈ പറഞ്ഞാൽ പൊളിറ്റിക്സിൽ നിന്ന് അതീതമായ ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി നമ്മുടെ ഓഫീസുകളിൽ വരണം. അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണമാണ് നിങ്ങൾ ആദ്യം പറഞ്ഞ 7 കോടി ജനങ്ങളെല്ലാം ITR ഫയൽ ചെയ്തതും. ഇന്ന് കേരളത്തിൽ 7 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ MSME രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉദ്യമ രജിസ്ട്രേഷൻ ചെയ്ത് മുന്നോട്ട് വരുന്നത് ഈ ന്യൂജൻ ഓഫീസേഴ്സിൻ്റെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ട്. പൊളിറ്റിക്സിനെ മാറ്റി രാജ്യത്തെ അല്ലെങ്കിൽ അവരുടെ തൊഴിലിനോട് ഒരു കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് 5 ലക്ഷം ആളുകളാണ് നമുക്ക് ഒരു വർഷം 10ാം ക്ലാസ് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുന്നത്. കേരളത്തെ സംബന്ധിച്ച് 5 ലക്ഷം പുതിയ വേക്കൻസി നമ്മൾ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാകണം.
അതാണ് അതുവരെയുള്ള പ്രായമായ ബിസിനസ് ലോകത്തിൻ്റെ ഒരു കടമ. അപ്പം അങ്ങനെ ചെയ്തു വരുമ്പോൾ അവരിലേക്ക് ഈ വിത്തൗട്ട് പൊളിറ്റിക്സ് ഇറങ്ങി തിരിക്കാനുള്ള സോഴ്സ്. അപ്പം അതുകൊണ്ടൊന്ന് കേരളത്തിൽ പല ആളുകൾക്കും ആശങ്കകളാണ്. കേരളം വിട്ടുപോകുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ 6 ലക്ഷം പേരാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് പോയത്. അതിൽ 1 ലക്ഷം പേര് കേരളത്തിൽ നിന്ന് മാത്രമാണ്. 150 കോടി ജനങ്ങളിൽ 6 ലക്ഷവും 3 കോടി ജനങ്ങളിൽ 1 ലക്ഷം എന്ന് പറയുമ്പോൾ പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ ഒത്തിരി ആശങ്കകൾ കൂടുതൽ ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഒരു ആശങ്ക ഉദ്യോഗസ്ഥർ ലെവലിലുള്ളവരുടെ ആ പൊളിറ്റിക്കൽ മാലിന്യ നിർമ്മാർജ്ജനം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു, ഇനിയും കുറേ ഉണ്ട്. ഇതൊരു വൈഡായിട്ടുള്ള കിടക്കുന്ന ഒരു ടോപ്പിക്കാണല്ലോ. അപ്പോൾ ഇപ്പോൾ സാറിൻ്റെ മെയിൻ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ഒരു വർഷം ശരിക്കും തുടങ്ങിയിട്ടുള്ളൂ. ഫിനാൻഷ്യൽ ഇയർ അല്ലാതെ നമ്മളിപ്പോൾ 2026 തുടങ്ങിയിട്ടുള്ളൂ. എന്താണ് ഇനിയിപ്പോൾ ഈ ഒരു അടുത്തൊരു ഈ വർഷം ആകുമ്പോഴേക്കും കേരളത്തിലെ ഒരു മാറ്റം എന്തായിരിക്കും? ഇനിയിപ്പോൾ ഈ MSME ഈ മേഖലയിൽ പ്രതീക്ഷിക്കുന്ന എന്താണ്? MSME മേഖലയിൽ ഇപ്പോൾ നമ്മളുടെ ഇൻഡസ്ഗ്രോ എന്ന NGOയ്ക്ക് ഇപ്പോൾ 470 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 10 ലക്ഷത്തിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ളവരുണ്ട്, 1.5 കോടിയിൽ ടേൺ ഓവർ ഉള്ളവരുണ്ട്, 12 കോടി ടേൺ ഓവർ ആളുകളുണ്ട്. ഇപ്പോൾ നമുക്കൊരു കുറച്ചുകൂടി മെമ്പേഴ്സ് വന്നാൽ ഒരു മിനിമം 1 കോടി ടേൺ ഓവറുള്ള ഒരു 100 പേരെങ്കിലും നമ്മുടെ ട്രെയിനിങ്ങിലൂടെ കേരളത്തിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ NGOയുടെ ഒരു ഫോക്കസ്. നമുക്ക് 4 കേന്ദ്രങ്ങളിൽ അതിൻ്റെ കൃത്യമായ യൂണിറ്റും ട്രെയിനിങ്ങുകളും മന്ത്ലി ട്രെയിനിങ്ങുകളും നടന്നു വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ഹസിൽ ഫ്രീ ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ പോലെ രജിസ്ട്രേഷനോ ഈ ബാങ്ക് അക്കൗണ്ട് തുടങ്ങലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യും. എല്ലാം ഒരു പാൻ കാർഡും ഒരു ആധാറും ഉണ്ടെങ്കിൽ ഒരു ബിസിനസ്സുകാരന് കേരളത്തിൽ തുടങ്ങാൻ എക്സ്പോർട്ടിംഗ് ലൈസൻസ് ഉൾപ്പെടെ അതിന് 42ഓളം ലൈസൻസുകളും ഈ ചവിട്ടുപടികളും ഉണ്ട്. എല്ലാവർക്കും എല്ലാം ആവശ്യമാണെന്നില്ല. അതെല്ലാ കാര്യം ബ്രാൻഡിങ് ഉൾപ്പെടെ നമുക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ തന്നെ ആളുകൾ ഇൻഡസ്ഗ്രോയിലെ മെമ്പേഴ്സ് തന്നെ സർവീസ് സെക്ടറിലുള്ളവരുണ്ട്. മറ്റുള്ളവരുടെ അടുത്ത് പോകുന്നതിനേക്കാൾ കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ പ്രതീക്ഷയാണ്. അതെ പ്രതീക്ഷയാണ്. അപ്പോൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ട്രെയിനേഴ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾക്ക് തന്നെ. എന്തായാലും താങ്ക് യു. സന്തോഷം.